സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാനസയുടെ നിർദ്ദേശപ്രകാരം മാനസ കൊടുക്കുന്ന പാരിതോഷികങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് സോഫിയാണല്ലോ ബലരാമിനെയും കൃഷ്ണനെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംഘടിപ്പിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ ഇന്നും നമ്മുടെ സോഫിയാണെങ്കിൽ ബലരാമൻ്റെ ക്യാബിനിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നൈസായിട്ട് അവിടെ കയറി സിസ്റ്റത്തിൽ ഓരോന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സൂക്ഷം പോലെ കൺമണി അത് കണ്ടുകൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ സോഫിയോട് ചോദിക്കുന്നു, ബലരാമൻ സാർ ഇല്ലാത്ത സമയത്ത് സാറിൻ്റെ ക്യാബിനിൽ സോഫിക്ക് എന്താ പരിപാടി? ആദ്യമൊക്കെ സോഫി കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും കൺമണിയല്ലേ ആള്. മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ സോഫിയായിട്ട് തന്നെ തുറന്നു പറയുന്ന രൂപത്തിൽ കൺമണി തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യുന്നു. അങ്ങനെ സോഫിക്ക് പിടിച്ചു നിൽക്കാനാകാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അതായത് ഇതിനെല്ലാം പിന്നിൽ മാനസയാണെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് സോഫിയും കൂട്ടി കൺമണിയാണെങ്കിൽ ദേവ്ജി സാറിൻ്റെ അടുത്തും അതുപോലെ തന്നെ ബലരാമൻ സാറിൻ്റെ അടുത്തേക്കും കൊണ്ടുപോകുന്നു. സോഫിയെ കൺമണി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് നമ്മുടെ മാനസയ്ക്ക് അപ്പോഴേ മനസ്സിലാകുന്നു എന്തോ ഒരു പന്തികേടുണ്ട്. സോഫി ചെയ്ത എന്തെങ്കിലും കാര്യം കൺമണി കണ്ടുപിടിച്ച് കാണുമെന്ന് മനസ്സിലാക്കിയിട്ട് മാനസയും പിന്നാലെ പോകുന്നുണ്ട്. അപ്പം ദേവ്ജിയുടെ മുമ്പിൽ കൺമണി സോഫിയും കൊണ്ട് തന്നെ കാര്യങ്ങൾ തുറന്നു പറയിപ്പിക്കുന്ന സമയത്ത് ബലരാമൻ സോഫിയോട് ചോദിക്കുന്നു, ഞാനില്ലാത്ത സമയത്ത് സോഫിക്ക് എന്താ എൻ്റെ ക്യാബിനിൽ കയറാനുള്ള കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം സോഫി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം അതെല്ലാം എതിർത്തുകൊണ്ട് നമ്മുടെ മാനസയാണെങ്കിൽ തർക്കിച്ചു പറയുന്നു, എല്ലാവരും കൂടി എൻ്റെ മണ്ടയിൽ പഴി ചാർത്താൻ നോക്കണ്ട, ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കില്ല, എന്തായാലും ഐഡിയ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് കുറേ ഷോയൊക്കെ കാണിച്ചിട്ട് പുള്ളിക്കാരി അങ്ങ് ഇറങ്ങിപ്പോകുന്നു, സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായിട്ട്. അപ്പം ദേവ്ജി ആണെങ്കിൽ കൃഷിൻ്റെ കൂട്ടുകാരനോട് പറയുന്നു, മാനസ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുക, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ മാനസ തന്നെ ഇതിനെല്ലാം പിന്നിൽ. അങ്ങനെയൊക്കെ പറയുമ്പം കൂട്ടുകാരനും പറയുന്നുണ്ട്, എന്തായാലും ഇതത്ര നിസ്സാരമാക്കി കളയാൻ പറ്റില്ല, ഇങ്ങനെ ഇനിയും ആവർത്തിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ദേവ്ജി പറയുന്നു, അവൾ എവിടെ വരെ പോകുമെന്ന് നമുക്ക് കാണാം. ആ സമയത്ത് കൺമണിയും കൂട്ടി ബലരാമൻ സാഗർ കുടുംബത്തിലേക്ക് പോകുന്നു. എന്നിട്ട് കൃഷിനോടും സാഗറിനോടും എല്ലാവരോടും ഈ കാര്യം പറയാനായിട്ടാണ് കൺമണിയും കൂട്ടി പോകുന്നത്. സാഗറിനെ കണ്ടതും രാമൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഓഫീസിൽ തിരിമറി നടത്തിയ ആളെ കണ്ടുപിടിച്ചു, ആരാ മോനെ ആരാ എന്ന് പറയുമ്പോൾ രാമൻ പറയുന്നു, എന്തായാലും ഇത്രയും വലിയ പ്രശ്നമായ സ്ഥിതിക്ക് വീട്ടിലെ എല്ലാവരെയും വിളിച്ചു വരുത്ത്, എല്ലാവരുടെയും മുമ്പിൽ ആളെ പറയാം എന്ന് പറയുമ്പോൾ ആളെ കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അവരൊക്കെ പ്രതീക്ഷിച്ചു കൃഷും അതുപോലെ രാമനും ഓഫീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ തർക്കമൊന്നും ഉണ്ടാക്കാറില്ല, ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം സുജിക്ക് വരെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് കൃഷാണെങ്കിൽ രാമനോട് മാപ്പ് പറയുന്നു, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു, കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പിട്ട് ഞാൻ രാമേട്ടനെ തെറ്റിദ്ധരിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പരസ്പരം സോറി പറയുന്നു. അങ്ങനെ അവരുടെ സ്നേഹം കണ്ടിട്ട് സുജിയും സാഗറും ഒക്കെ ഒരുപാട് സന്തോഷിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡ് കിടിലൻ എപ്പിസോഡാണെന്ന് തന്നെ പറയാം. നമ്മുടെ സൂപ്പർ കൺമണി വീണ്ടും സൂപ്പർ കൺമണി ആയിരിക്കുന്നു. നമ്മുടെ ധനലക്ഷ്മിയും അമ്മയും കൂടി നടത്തിയ ആ ഒരു മോഷണ ശ്രമവും കള്ളത്തരമൊക്കെ കൈയോടെ കണ്ടുപിടിച്ചതിന് തൊട്ട് പിന്നാലെയാണ് മാനസ നടത്തിയ പ്ലാനും കൈയോടെ പൊളിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്.